ഇന്നത്തെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു പുതിയ ക്യാമറ വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ കടയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഓൺലൈനിലും കടയിലായിട്ട് റേറ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് കടയിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ കടയിൽ നിന്ന് ഓൾറെഡി അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് വീട്ടിലെത്തിയത്. അപ്പോൾ ഈ ക്യാമറ എന്ന് പറയുന്നത് പനസോണിക്കിൻ്റെ ലൂമിക്സ് FZ2500 എന്നുള്ള ഒരു 4K ഡിജിറ്റൽ ക്യാമറയാണ്. അപ്പോൾ ഞങ്ങളിത് വാങ്ങിച്ചത് എന്ന് പറയുന്നത് ലൈവ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ ഇതിൽ വീഡിയോ ഒക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ചെറിയൊരു റിവ്യൂ എന്നുള്ള പോലെയൊക്കെ. അപ്പോൾ ഈ ഒരു ബോക്സ് ഒരു ബ്ലാക്ക് ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തായിട്ട് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വയർലെസ് ആയിട്ട് ചെയ്യാം, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ നമുക്കിവിടെ ഉണ്ട്. പിന്നെ അവിടെ മോഡലിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ക്യാമറേൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. ഈ ഒരു ക്യാമറ, ഈ ഒരു പനസോണിക്കിൻ്റെ ഈ ഒരു ലൂമിക്സ് ക്യാമറ എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജ് ക്യാമറയാണ്. അതായത് DSLR ക്യാമറയും ഈ ഒരു ബ്രിഡ്ജ് ക്യാമറയും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ഈ ഒരു ക്യാമറയുടെ ലെൻസ് നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. DSLR ക്യാമറ എന്ന് പറയുമ്പോൾ നമുക്കത് ലെൻസ് ഊരി മറ്റ് ലെൻസുകളൊക്കെ വെക്കാനൊക്കെ പറ്റും. അതാണ് ഇതിൻ്റെ അതും ഇതുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് ഇപ്പോൾ ബോക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അടിപൊളി ക്യാമറയാണ് കേട്ടോ. ശരിക്കും ഞങ്ങൾ എന്താ പറയുക, ഞെട്ടിപ്പോയി. നല്ല ക്ലിയർ ഉണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ലൈവ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ലൈവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ അകത്തുനിന്നായിരിക്കും കൂടുതൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ലെൻസ് മാറ്റി വെക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ക്യാമറയുടെ മുകളിലായിട്ട് അതിൻ്റെ മെനുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു കനോൺ ക്യാമറ ഒക്കെ ഉപയോഗിച്ച ആളുകൾക്ക് ഈ ഒരു ക്യാമറയൊക്കെ കൈകാര്യം ചെയ്യാൻ അതിൻ്റെ സെറ്റിങ്സൊക്കെ റെഡിയാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു ക്യാമറയുടെ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ തുടർച്ചയായി വീഡിയോ എടുക്കാൻ പറ്റും എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്യാമറ ഞങ്ങൾ വാങ്ങിയത്. കടയിൽ നിന്ന് വാങ്ങിയതും ഞാൻ പറഞ്ഞു ഓൺലൈനിലും തമ്മിലായിട്ടുള്ളൊരു വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ ഈ സൈഡിലാണ് അതിൻ്റെ ഒരു SD കാർഡ് ഇടൽ. അപ്പോൾ നമുക്ക് ലൈവ് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ നമുക്ക് SD കാർഡിൻ്റെ ആവശ്യമില്ല. ഇനി പുറത്തൊക്കെ പോയിട്ട് ചെറിയ ക്ലിപ്പിംഗ് വീഡിയോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് SD കാർഡ് ഇട്ട് യൂസ് ചെയ്യാം. നല്ല ക്ലിയറോട് കൂടി നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ക്യാമറയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചതിന് ശേഷം നന്നായിട്ട് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഈ ഒരു സൈഡിലാണ് അതിൻ്റെ ഒരു SD കാർഡ് ഇടുക എന്ന് പറയുന്നത്. പിന്നെ മാനുവലിലും വീഡിയോ മോഡിലൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ സ്റ്റാൻഡൊക്കെ വെച്ച് നമുക്ക് HDMI ഔട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് പ്രൊജക്ടറിലേക്കോ TVയിലേക്കോ ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് അതിൻ്റെ മെനു വരുന്നത്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ലൈറ്റിങ്ങിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ കറക്റ്റ് സെറ്റിങ്സ് ക്ലിയർ ചെയ്താൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റും. ഞങ്ങളിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ISO സെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കാണാം. പിന്നെ അതിൻ്റെ ഒരു കളർ സെറ്റിങ്സ് കാണാം. പിന്നെ സ്ക്രീൻ എന്ന് പറയുന്നത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വലിയൊരു ഉപകാരം തന്നെയാണ്. ഞാനത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഏതായിരുന്നാലും അത് ചെയ്യാൻ പറ്റുമെന്ന് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ അത് സ്ക്രീൻ എന്ത് ചെയ്യുക, ആവശ്യമുള്ള സമയത്ത് തുറന്ന് പിന്നെ അടച്ചു വെച്ചാലും മതി. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ. സ്ക്രീനിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. അത്യാവശ്യം നല്ല ഒരു വിഷ്വലൊക്കെ നമുക്ക് സ്ക്രീൻ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഈ ഭാഗത്തായിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ HDMI ഔട്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഹെഡ്സെറ്റൊക്കെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ HDMI എന്ന് പറയുന്നത് മൈക്രോ ആണ് അതിൻ്റെ സ്ലോട്ട് വരുന്നത്. അപ്പോൾ കേബിൾ വാങ്ങുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഞങ്ങളത് വാങ്ങുന്ന സമയത്ത് പെട്ടുപോയി. അതിനെ പറ്റി അറിയില്ലായിരുന്നു. പിന്നെയാണ് ഇത് ശ്രദ്ധിച്ചത്. അത് വാങ്ങിയ സമയത്ത് ഞങ്ങളത് നോക്കിയിട്ടില്ല. അതാണ് പറ്റിയത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ മൈക്ക് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ മൈക്ക് കണക്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ കൂടുതലായിട്ടും നമ്മളിത് ഫോട്ടോ എടുക്കാനൊക്കെ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊന്നും നമ്മൾ ക്യാമറ ഒന്നും ഉപയോഗിക്കാറില്ല. അധികം വീഡിയോ ആണ്. കാരണം ഫോണുകളുടെ ഒരു കാലഘട്ടമാണല്ലോ. എന്നിരുന്നാലും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നമുക്ക് വളരെ മികച്ച രീതിയിൽ തന്നെ നമുക്ക് പറ്റും. ഈ ഭാഗത്തായിട്ട് അത് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനുള്ള ചെറിയ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ആ ഒരു കളർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ചെറിയൊരു ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു സംഭവം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അടിപൊളി ഒരു ക്യാമറ. അപ്പോൾ ലെൻസൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ നമുക്ക് സൂം ചെയ്തൊക്കെ
വീഡിയോ എടുക്കാൻ പറ്റും. ഇനി ഇത് പുറത്തേക്കൊക്കെ നമുക്ക് പറയുന്നത് വെച്ചാൽ വലിയ പരിപാടികളൊന്നും നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല. കാരണം വലിയ പരിപാടികളെന്ന് പറയുമ്പോൾ സ്റ്റേജും പിന്നെ ആളുകൾ ഇരിക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും സംസാരിക്കുന്ന ആളെ അത്രയും ഫോക്കസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ബാറ്ററി ഇടുന്നത്. അപ്പോൾ ബാറ്ററി ഇടുന്നതും മെമ്മറി കാർഡ് ഇടുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ചില DSLRകളിൽ ഇത് ഒരുമിച്ചൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിലങ്ങനെ വ്യത്യാസമായിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒരു ക്യാമറ ഓണാക്കി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ കറക്റ്റ് സെറ്റിങ്സ് ക്ലിയർ ചെയ്താൽ മാത്രം നല്ല ക്വാളിറ്റിയിൽ അടിപൊളിയായിട്ട് തന്നെ നല്ല എന്താ പറയുക നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്ന ഒരു ക്യാമറ തന്നെയാണ് പാനസോണിക്കിൻ്റെ ലൂമിക്സിൻ്റെ 2500 എന്നാണ് ഈ ക്യാമറ. ഈ ഒരു ക്യാമറ ഇറങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തോളമായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നോക്കിയപ്പോൾ. ആ സമയത്ത് ഏകദേശം ഒരു 90,000 രൂപയ്ക്ക് അടുത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളിത് വാങ്ങിച്ചത് ഏകദേശം 70,000 രൂപയ്ക്കാണ്. അപ്പോൾ ഒരു പ്രൈസ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ക്യാമറ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞങ്ങളത് വാങ്ങിച്ചത്. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ കൂടുതലായിട്ടും വീഡിയോ മോഡിലായിട്ടോ മാനുവലായിട്ടോ ഒക്കെ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് സെറ്റിങ്സ് ഇതിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കേട്ടോ, ഗെയിൻ ഉണ്ട്, പിന്നെ ഒരു കളർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ HDMI ഔട്ട് എടുത്തു കഴിഞ്ഞാൽ സാധാരണ DSLR ക്യാമറയിൽ ഡിസ്പ്ലേ ഓഫ് ആറുണ്ട്. അത് വലിയൊരു പ്രശ്നമാണ്. ഇതിൽ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ലൈവ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും ഇത് ഈ ഒരു സംഗതി ഉപകാരപ്പെടും. അത് HDMI ഔട്ടിൽ നമ്മൾ കേബിൾ കണക്ട് ചെയ്താൽ തന്നെ DSLRൻ്റെ ഡിസ്പ്ലേ ഓഫ് ആവും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. എൻ്റെയിലൊക്കെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.